നോമ്പുകാലം രണ്ടാം ദിവസം. നോമ്പും ഉപവാസവും കാര്യമായ വ്യത്യാസമില്ലാതെ ഏതാണ്ട് ഒരേ അർത്ഥത്തിലും ഒരുമിച്ചും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് നോമ്പും ഉപവാസവും. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അർത്ഥവ്യത്യാസമുണ്ടെന്ന് കാണാൻ കഴിയും. നോമ്പ് എന്ന പദത്തിൻ്റെ വേര് തേടിപ്പോകുമ്പോൾ രണ്ട് വിശദീകരണങ്ങളാണ് കാണുന്നത്. നോൽക്കുക എന്ന വാക്കിൽ നിന്നാണ് നോമ്പ് എന്ന പദം ഉത്ഭവിക്കുന്നത് എന്ന് കരുതുന്നവരുണ്ട്. അനുഷ്ഠിക്കുക എന്നർത്ഥം. നോമ്പ് നോക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷണകാര്യങ്ങളിലും അതിനു പുറമെ മറ്റൊരു വ്യാഖ്യാനവും നൽകാറുണ്ട്. നോമ്പ് എന്ന് മാത്രമല്ല, നൊയമ്പ് എന്നും നാം പറയാറുണ്ട്. നൊയമ്പ് കാലക്രമത്തിൽ ചുരുങ്ങി നോമ്പായതാണെന്ന് കരുതാൻ ന്യായമുണ്ട്. നോവുക, നൊമ്പരപ്പെടുക എന്നൊക്കെ അർത്ഥമുള്ള ഇന്ന് ഉപയോഗത്തിലില്ലാത്ത നോയ് എന്ന വാക്കിനോട് അൻപ് എന്ന വാക്ക് കൂട്ടിച്ചേർന്നതാണ് നോയമ്പ് എന്ന വിശദീകരണം ശ്രദ്ധേയമാണ്. സ്നേഹം എന്നാണല്ലോ അൻപ് എന്ന വാക്കിനർത്ഥം. അപ്പോൾ നൊന്തു സ്നേഹിക്കുക, നൊമ്പരപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുക എന്നർത്ഥം ഈ വാക്കിന് ലഭിക്കുന്നു. ആദ്യത്തെ വ്യാഖ്യാനം വാക്യാനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ രണ്ടാമത്തേത് ആന്തരിക ഭാവത്തിന് അഥവാ മനോഭാവത്തിന് പ്രാധാന്യം നൽകുന്നു. രണ്ടും പ്രസക്തമാണ്, ആവശ്യവുമാണ്. എന്നാലും സ്നേഹത്തിൻ്റെ നൊമ്പരപ്പെടലില്ലാത്ത അനുഷ്ഠാനങ്ങൾ അർത്ഥശൂന്യമായി പോകാം. രണ്ടാമത്തെ വാക്കാണ് ഉപവാസം. അടുത്തായിരിക്കുക എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. അടുത്തു വസിക്കുക എന്നും അർത്ഥം. ആരോട് എന്ന് ചോദിച്ചാൽ ദൈവത്തോടും സഹജീവികളോടും എന്ന് ഉത്തരം ലഭിക്കും. ഇതാണ് വാക്കിൻ്റെ അർത്ഥമെങ്കിലും ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിക്കുക എന്നാണല്ലോ പൊതുവെ മനസ്സിലാക്കുക. ഒരു നേരം ഉപവസിക്കുക എന്നൊക്കെ, ഒരു ദിവസം ഉപവസിക്കുക എന്നൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നോമ്പിനെക്കുറിച്ച് എന്നതുപോലെ ഇവിടെയും രണ്ട് മാനങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ആന്തരിക ഭാവമില്ലാതെ ഭക്ഷണം ത്യജിക്കൽ മാത്രമായാൽ ഉപവാസം ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നവീകരണം ഉണ്ടാവുകയില്ല. അതിനാൽ നോമ്പും ഉപവാസവും ആന്തരികവും ബാഹ്യവുമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന കാര്യം നാം ആദ്യമേ ശ്രദ്ധിക്കണം. 50 നോമ്പ്. കേരളത്തിൽ സാധാരണ 50 നോമ്പെന്നും വലിയ നോമ്പെന്നും വിളിക്കുന്നത് ആണ്ടുവട്ടത്തിലെ ഏറ്റവും ദീർഘമേറിയ നോമ്പിനെയാണ്. പുരാതന കാലം മുതലേ കേരളത്തിൽ, പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിൽ അനേകം നോമ്പുകൾ ആചരിച്ചു പോന്നു. വലിയ നോമ്പിന് 21 ദിവസം മുൻപ് 3 ദിവസത്തേക്ക് ആചരിക്കുന്ന 3 നോമ്പ് യോനാ പ്രവാചകൻ്റെ പ്രസംഗം കേട്ട് മനസ്സു തിരിഞ്ഞ നിനവേക്കാർ അനുഷ്ഠിച്ച ഉപവാസത്തെ അനുസ്മരിച്ചും അതിനൊരുക്കമായി യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ഭക്ഷ്യപാനീയങ്ങളില്ലാതെ 3 ദിനരാത്രങ്ങൾ കഴിഞ്ഞതിനെ അനുകരിച്ചും നടത്തിയിരുന്ന 3 നോമ്പ് ആണ് പണ്ട് ആചരിച്ചു കൊണ്ടിരുന്നത്. സെപ്റ്റംബർ 8-ാം തീയതി ആഘോഷിക്കുന്ന മാതാവിൻ്റെ ജനന തിരുനാളിനൊരുക്കമായി സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ 8 നോമ്പ് മാതാവിൻ്റെ സ്വർഗ നോമ്പ് ആചരിച്ചിരുന്നു. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായി ആഗസ്റ്റ് 1 തുടങ്ങി 15 വരെ ആചരിച്ചിരുന്ന 15 നോമ്പ് ഉണ്ട്. യേശുവിൻ്റെ പിറവി തിരുനാളിനൊരുക്കമായി ആചരിക്കുന്ന 25 നോമ്പ് ഉണ്ട്. ഇവയൊക്കെയാണ് വലിയ നോമ്പിന് പുറമേ ആചരിച്ചിരുന്ന നോമ്പുകൾ. മാർച്ച് 21-ാം തീയതിക്ക് ശേഷം വരുന്ന വെളുത്തവാവ് കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയാണ് ഉത്ഥാന തിരുനാളായി സഭ ആചരിക്കുന്നത്. അവിടെ നിന്ന് 7 ആഴ്ച പിന്നിലേക്ക് കണക്കുകൂട്ടിയാണ് നോമ്പാരംഭം നിശ്ചയിക്കുക. മൊത്തം 7 ആഴ്ചകൾ. രണ്ടറ്റത്തുമുള്ള ഞായറാഴ്ചകൾ കൂടിയാകുമ്പോൾ 50 ദിവസം പൂർത്തിയാകും. അതിനാൽ 50 നോമ്പെന്ന പ്രയോഗം നിലവിൽ വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നോമ്പ് 50 ദിവസമില്ല, 40 ദിവസമേ നോമ്പായി ആചരിക്കാറുള്ളൂ. 50 നോമ്പ് എന്ന പ്രയോഗം എങ്ങനെ വന്നു എന്ന് കാണുന്നത് നന്നായിരിക്കും. ആരാധനക്രമ വത്സരത്തിൻ്റെ എന്നല്ല, രക്ഷാചരിത്രത്തിൻ്റെ തന്നെ കേന്ദ്രമാണ് യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും. ഒറ്റ വാക്കിൽ നാം അതിനെ പെസഹ എന്ന് വിളിക്കുന്നു. ഉത്ഥാന ഞായറിനെ അടിസ്ഥാനമാക്കിയാണ് ആരാധനക്രമത്തിലെ കാലങ്ങൾ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. മാർച്ച് 21-ാം തീയതിക്ക് ശേഷം വരുന്ന വെളുത്തവാവ് കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയാണ് ഉത്ഥാന തിരുനാളായി സഭ ആഘോഷിക്കുന്നത്. അവിടെ നിന്ന് 7 ആഴ്ച പിന്നിലേക്ക് കണക്കുകൂട്ടിയാണ് നോമ്പാരംഭം നിശ്ചയിക്കുക.
മൊത്തം 7 ആഴ്ചകൾ, രണ്ടറ്റത്തുമുള്ള ആഴ്ചകൾ കൂടിയാകുമ്പോൾ 50 ദിവസമാകും. 40 നോമ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 40 ദിവസത്തെ നോമ്പാചരണത്തിന് പിന്നിൽ ചില ചരിത്ര സംഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യേശു പരസ്യജീവിതം തുടങ്ങുന്നതിന് ഒരുക്കമായി മാമോദീസയ്ക്ക് ശേഷം 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 1 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളിൽ എന്നിവ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ചെലവഴിച്ച 40 വർഷത്തെ അനുസ്മരിക്കുന്നതായിരുന്നു യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസം. ആ കാലഘട്ടം മുഴുവൻ ഇസ്രായേൽ ജനം പ്രലോഭനങ്ങൾക്ക് വിധേയരായി പരാജയപ്പെട്ടു. ആ സ്ഥാനത്ത് യേശു പ്രലോഭകൻ്റെ മേൽ വിജയം നേടി. ജനത്തിൻ്റെ പാപത്തിന് മാപ്പിരുന്ന് മോശ സീനായി മലമുകളിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചത് പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവിക സാന്നിധ്യം തേടി ഏലിയ ഹോറബ് മലയിലേക്ക് 40 ദിവസം ഭക്ഷണപാനീയങ്ങൾ കൂടാതെ യാത്ര ചെയ്തത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇവയെല്ലാം നമ്മൾ ഈ 40 ദിവസത്തെ നോമ്പിൻ്റെ ആചരണത്തിൻ്റെ അർത്ഥങ്ങൾ തേടുമ്പോൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് 7 ആഴ്ചകളിൽ നിന്ന് 40 ദിവസം എന്ന കണക്കിലെത്തുക എന്നതും ശ്രദ്ധേയമത്രേ. ഇവിടെ പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭയും കണക്ക് കൂട്ടുന്നതിൽ വ്യത്യാസമുണ്ട്. ഞായറാഴ്ചകൾ ഉപവാസ ദിവസങ്ങളായി ഇരുകൂട്ടരും പരിഗണിക്കുന്നില്ല. ശേഷിക്കുന്നത് 42 ദിവസങ്ങൾ. നോമ്പുകാലത്തെ അവസാനത്തെ 2 ദിവസങ്ങളായ ദുഃഖവെള്ളിയും ദുഃഖശനിയും കഠിനമായ ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിവസങ്ങളായി പൗരസ്ത്യ സഭകൾ കാണുന്നു. അവയെ മറ്റു ദിവസങ്ങളിൽ നിന്ന് വേർപെടുത്തുമ്പോൾ 40 ദിവസങ്ങളായി. ലത്തീൻ സഭയിൽ വേറൊരു വിധത്തിലാണ് കണക്കുകൂട്ടൽ. ആദ്യ ആഴ്ചയിലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ഒരുക്കത്തിൻ്റെ ദിനങ്ങളായി കരുതി നോമ്പുകാലത്ത് നിന്നും മാറ്റുന്നു. അപ്പോൾ നോമ്പ് 40 ദിവസങ്ങളായി. മാറ്റിവെച്ച 2 ദിവസങ്ങൾ മാംസാഹാരത്തോട് വിട പറയാനുള്ള ഒരുക്കമായി കരുതുന്നു. മാംസമേ വിട എന്ന അർത്ഥത്തിൽ കാർണിവൽ എന്ന് ഈ 2 ദിവസങ്ങൾ അറിയപ്പെടുന്നു. കാർണെ, വാലെ എന്ന 2 ലത്തീൻ വാക്കുകളിൽ നിന്നാണ് കാർണിവൽ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ഉത്ഭവം. വീട്ടിലുള്ള മാംസാഹാരം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തിന്നു തീർക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ ലക്ഷ്യമെങ്കിലും കാലക്രമത്തിൽ ലക്ഷ്യവും ശൈലിയും മാറി അനിയന്ത്രിതമായ ആഘോഷ ദിവസങ്ങളായി തീർന്നു പലയിടത്തും. ആചാരാനുഷ്ഠാനങ്ങൾ നോക്കാം. നോമ്പാചരണവും ഉപവാസവുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകൾ ബൈബിളിൽ നാം കാണുന്നുണ്ട്. ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് യോനായുടെ പ്രസംഗത്തിലൂടെ ബോധ്യപ്പെട്ട് മാനസാന്തരപ്പെട്ട നിനവേക്കാരുടെ നോമ്പാചരണം ഉദാഹരണമാണ്. രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു മനുഷ്യനോ മൃഗമോ ഒന്നും ഭക്ഷിക്കരുത്, ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകൾ യോനായുടെ പുസ്തകം 3-ാം അധ്യായം 5 തുടങ്ങി 8 വരെയുള്ള വചനങ്ങളിൽ കാണുന്നു. ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് വിലപിക്കുന്ന എസ്രായുടെ ചെയ്തികൾ മറ്റൊരു ഉദാഹരണമാണ്. ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചു പറിച്ചു എന്നീ പ്രയോഗങ്ങൾ എസ്രായുടെ പുസ്തകം 98-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കീറിയ വസ്ത്രം ധരിക്കുക, മുഖം കഴുകാതിരിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കുക, മുട്ടിന്മേൽ നിൽക്കുക, ചാരത്തിൽ കിടക്കുക, കൈവിരിച്ച് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ അനേകം ആചാരങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ സ്വാധീനം ഇന്നും അനേകം ഭക്തരിലും വിശ്വാസികളിലും നമുക്ക് കാണാൻ സാധിക്കും. പരിപരുത്ത അടിവസ്ത്രം ധരിക്കുക, മുള്ളരഞ്ഞാണം അരയിൽ കെട്ടുക, സ്വന്തം ശരീരത്തെ ചാട്ട കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുക, നിഷ്പാതുകരായി നടക്കുക, ദീർഘനേരം മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കുക, 1, 3, 9, 50 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുക എന്നിങ്ങനെ നിരവധി പ്രായശ്ചിത്ത പ്രവർത്തികൾ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഭാഗമായി ഇന്നും അനേകർ അനുഷ്ഠിക്കാറുണ്ട്. ഇവയെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ
വിശുദ്ധ സ്ഥലത്തിലേക്കുള്ള തീർത്ഥാടനങ്ങളും നടത്താറുണ്ട്. മിക്കവാറും എല്ലാ മതങ്ങളിലും ഇപ്രകാരമുള്ള പ്രവാസങ്ങളും ഉപവാസങ്ങളും നോമ്പാചരണവും പ്രായശ്ചിത്ത പ്രവൃത്തികളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയെല്ലാം പ്രഖ്യാപിത ലക്ഷ്യം പാപപരിഹാരവും ആത്മനിയന്ത്രണവുമാണ്. ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരം അനുഷ്ഠിക്കുക, ശരീരത്തിൻ്റെ ആസക്തികളെയും മനസ്സിൻ്റെ തെറ്റായ പ്രവണതകളെയും നിയന്ത്രിക്കുക, ദൈവത്തോടും സഹോദരങ്ങളോടും ഹൃദയപൂർവ്വം അടുത്തായിരിക്കുക, ഇവയൊക്കെയാണ് നോമ്പും ഉപവാസവും ലക്ഷ്യം വെക്കേണ്ടത്. എന്നാൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. പ്രവാചക പ്രബോധനത്തെ നോക്കാം. ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആന്തരിക ഭാവങ്ങൾ അവഗണിക്കുകയും ചെയ്ത ജനത്തിനെതിരെ പ്രവാചകന്മാർ വഴി ദൈവം നൽകിയ താക്കീതുകൾ നോമ്പാചരണത്തെ സംബന്ധിച്ച് സുപ്രധാനമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് മതാത്മകതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയ ഇസ്രായേൽ ജനത്തോട് മൂന്നാം ഏശയ്യ എന്ന പ്രവാചകനിലൂടെ നൽകുന്ന താക്കീതുകൾ നോമ്പാചരണത്തെ സംബന്ധിച്ച് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഏശയ്യയുടെ പുസ്തകം 56 മുതൽ 66 വരെയുള്ള കാര്യങ്ങൾ. മതാചരണങ്ങൾ വർദ്ധിക്കുന്നെങ്കിലും അതോടൊപ്പം അനീതിയും അക്രമവും സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതിന് പകരം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അതിശക്തമായ ആരോപണങ്ങളും നിർദ്ദേശങ്ങളുമായി പ്രവാചകൻ ജനത്തെ നേരിടുന്നത്. നൊന്തു സ്നേഹിക്കുന്നതാണ് നോമ്പ്. ദൈവത്തോടും സഹജീവികളോടും അടുത്തു വസിക്കുന്നതാണ് ഉപവാസം. ബാഹ്യമായ അനുഷ്ഠാനങ്ങളെല്ലാം ഈ ആന്തരിക ഭാവത്തിൻ്റെ അടയാളങ്ങളായിരിക്കണം. ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക, എൻ്റെ ജനത്തോട് അവരുടെ അകൃത്യങ്ങൾ വിളിച്ചു പറയുക. ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ അത്? ബാഹ്യാനുഷ്ഠാനങ്ങൾ ഹൃദയഭാവങ്ങളെയും ജീവിത രീതിയെയും സ്വാധീനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷം എന്താണ് യഥാർത്ഥ ഉപവാസം എന്ന് തുടർന്ന് പഠിപ്പിക്കുന്നു. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. യെശയ്യായുടെ പുസ്തകം 58 അധ്യായം 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങൾ. മിക്കവാറും എല്ലാ പ്രവാചകന്മാരും ഉപവാസത്തെക്കുറിച്ച് നൽകിയ പാഠമാണിത്. ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം ആന്തരികതയുടെ ബാഹ്യപ്രകടനങ്ങളാകണം എന്ന് ഏറ്റവും വ്യക്തവും ശക്തവുമായ രീതിയിൽ ജോയേൽ പ്രവാചകനിലൂടെ ഉദ്ഘോഷിക്കുന്നു. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുവിൻ. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2 അധ്യായം 13 വാക്യം. ഉപവാസവും നെടുവീർപ്പുകളും വിലാപങ്ങളും എല്ലാം യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെയും ദൈവത്തോടും സഹജീവികളോടുമുള്ള അനുരഞ്ജനത്തിൻ്റെയും അടയാളങ്ങളായിരിക്കണം. പുതിയ നിയമം നൽകുന്ന പാഠവും വ്യത്യസ്തമല്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഭക്തിപ്രകടനമാകരുത് ഉപവാസം എന്ന യേശുവിൻ്റെ ഉപദേശമാണ് ആദ്യമേ ശ്രദ്ധയിൽപ്പെടേണ്ടത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തരെ പോലെ വിഷാദം ഭാവിക്കരുത്. പിതാവ് പ്രതിഫലം നൽകും. മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 16 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങൾ. ഭക്താനുഷ്ഠാനങ്ങളെല്ലാം ആത്മനവീകരണത്തിനും സഹോദര സ്നേഹത്തിൽ വളരുന്നതിനും സഹായകമാകണം. അന്തിമവിധിയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ ഇക്കാര്യം യേശു വ്യക്തമാക്കിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 തുടങ്ങി 46 വരെയുള്ള വാക്യങ്ങൾ. യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം നൽകുന്ന നിർവചനം ഏറെ ശ്രദ്ധാർഹമാണ്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. യാക്കോബിൻ്റെ ലേഖനം 1 അധ്യായം 27 വാക്യം. ചുരുക്കത്തിൽ നോമ്പാചരണത്തെയും ഉപവാസത്തെയും കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളും പരിചിതനങ്ങളും നമുക്ക് നൽകുന്ന പാഠങ്ങളെ ഇപ്രകാരം ചുരുക്കി പറയാം. 1.
നൊന്തു സ്നേഹിക്കുന്നതാണ് നൊയമ്പ്. ദൈവത്തോടും സഹജീവികളോടും അടുത്തു വസിക്കുന്നതാണ് ഉപവാസം. ബാഹ്യമായ അനുഷ്ഠാനങ്ങളെല്ലാം ഈ ആന്തരിക ഭാവത്തിൻ്റെ അടയാളങ്ങളായിരിക്കണം. 2. നോമ്പാചരണത്തിൻ്റെ ദിവസങ്ങൾ ഉപവാസ ദിനങ്ങളായിരിക്കണം. ഭക്ഷണം ഉപേക്ഷിക്കുക എന്നല്ല, ദൈവത്തോടും സഹോദരങ്ങളോടും അടുത്ത് ഐക്യത്തിൽ കഴിയുക എന്നതാണ് ഉപവസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. 3. ശരീരത്തിൻ്റെ ആസക്തികളെയും മനസ്സിൻ്റെ തെറ്റായ പ്രവണതകളെയും നിയന്ത്രിക്കണം. ജന്മപാപം വഴി പാപത്തിന് അധീനമായ മനുഷ്യപ്രകൃതിയാണ് മനുഷ്യന് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ തിന്മ കൂടുതൽ ആകർഷകമായി തോന്നുമെങ്കിലും അതിനെ പിന്തുടർന്നാൽ നാശമായിരിക്കും ഫലം. 4. ചാരം പൂശി ആരംഭിക്കുന്ന നോമ്പ് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. കർത്താവ് കാണിച്ചു തന്ന ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന് വീതി കുറഞ്ഞ വഴിയിലൂടെ നിത്യഭവനത്തിലേക്ക് നടക്കുന്നതിൻ്റെ തുടക്കം. മടങ്ങി വരിക എന്നാണ് പ്രവാചകന്മാർ ഈ യാത്രയെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞ് പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കണം. 5. പെസഹ ആഘോഷത്തിനുള്ള ഒരുക്കമാണ് നോമ്പാചരണം. മനുഷ്യജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇതൊരു കടന്നുപോകലാണ്. മരണത്തിനപ്പുറം ദൈവത്തോടും സഹോദരങ്ങളോടും കൂടെ നിത്യമായ സന്തോഷത്തിലേക്കാണ് ഈ ജീവിതം നയിക്കുന്നത്. ഈ പ്രത്യാശയായിരിക്കണം നമ്മുടെ ഐഹിക ജീവിതത്തെ നയിക്കുന്ന ചൈതന്യം. പ്രാർത്ഥനാ പരിത്യാഗം, പരോപകാര പ്രവർത്തികൾ, ശാരീരികമായ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുക മുതലായവ നോമ്പുകാല ചൈതന്യത്തിൽ ജീവിക്കാനും അഭിവൃദ്ധിപ്പെടാനും സഹായിക്കും. ദൈവവചനം വായിച്ച് ധ്യാനിക്കുവാൻ നിശ്ചിത സമയം മാറ്റിവെക്കണം. തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരത്തിന് ആന്തരിക പ്രചോദനങ്ങൾക്ക് കാതോർക്കുക. ആത്യന്തിക ലക്ഷ്യം പിതാവിൻ്റെ ഭവനത്തിൽ ഹൃദയത്തിൽ നിത്യമായി വസിക്കുക, സന്തോഷമായിരിക്കുക ആണെന്നത് മറക്കാതിരിക്കാം. ബാഹ്യാനുഷ്ഠാനങ്ങളെല്ലാം അതിന് സഹായകരമാകട്ടെ.